എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ലക്ഷദ്വീപുകാരുടെ സ്പെഷ്യൽ പാർട്ടി ഐറ്റമായ കീലാഞ്ചിയും തേങ്ങാപ്പാലുമാണ്. ഇത് ഇതുവരെ ഉണ്ടാക്കി കഴിക്കാത്തവരാണെങ്കിൽ ഒരിക്കലെങ്കിലും ഇത് കഴിച്ചിരിക്കണം. അത്രയ്ക്ക് ടേസ്റ്റ് തന്നെയാണ്. ഇതിൻ്റെ ടേസ്റ്റിന് മുന്നിൽ നമ്മൾ അലിഞ്ഞു പോകും. ഈ ഒരു കീലാഞ്ചി അത്രയും സോഫ്റ്റാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതിനായിട്ട് ഇതാ 1 കപ്പ് പച്ചരി ഞാൻ 3 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഇതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് 2 മുട്ടയാണ് ആവശ്യം. 1 കപ്പ് ആയതുകൊണ്ടാണ് 2 മുട്ട എടുക്കുന്നത്. ഇനി നിങ്ങൾ 2 കപ്പോ 1.5 കപ്പോ അരി എടുക്കുന്നുണ്ടെങ്കിൽ 2 കപ്പിന് 4 മുട്ട അങ്ങനെ വെച്ച് എടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പോ 1/4 കപ്പോ നിങ്ങളുടെ മിക്സിയിൽ എത്ര വെള്ളം നിങ്ങൾക്ക് താല്പര്യം എന്ന് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ഏലക്കായുടെ കുരു മാത്രം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും. ഇനി ഇതാ അരച്ചത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് തന്നെ ഒരു തരി പോലും ഇല്ലാതെ വേണം അരച്ചെടുക്കാൻ. തരികൾ ഉണ്ടെങ്കിൽ ഒന്ന് സ്റ്റെയിൻ ചെയ്തെടുക്കണം. ഇനി ഇത് നമുക്ക് എത്ര ലൂസാക്കാൻ പറ്റുമോ അത്രയും തന്നെ ലൂസാക്കി എടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. നല്ല ലൂസായിട്ട് തന്നെയാണ് വേണ്ടത്. ഞാൻ ഇതാ ഇവിടെ 1/4 കപ്പ് വെള്ളം വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുക്കാം. 1.5 കപ്പ് തേങ്ങ എടുത്തിട്ട് 1/2 കപ്പ് വെള്ളം ചേർത്ത് നല്ല തിക്കായിട്ട് തേങ്ങാപ്പാൽ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് പഴം കട്ട് ചെയ്ത് ചേർക്കാം. പൂവമ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴം എടുക്കാം. റോബസ്റ്റ് വേണമെങ്കിൽ എടുക്കാം. ഇനി ഇതാ ഈ ഒരു തേങ്ങാപ്പാലിലേക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. 3 പഴമാണ് ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അതുപോലെ തന്നെ മാവ് അരച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ബാക്കിയുള്ള തേങ്ങാപ്പാലൊക്കെ റെഡിയാക്കി എടുക്കുന്നത് കൊണ്ടാണ് മാവ് അരച്ചവിടെ മാറ്റി വെച്ചത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ലക്ഷദ്വീപുകാർ ഇതിൽ ചേർക്കുന്നത് അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ദ്വീപ് ശർക്കരയാണ്. ഒരു ബോട്ടിലാണ് അത് ഉണ്ടാവുക. നമുക്ക് അതിവിടെ കിട്ടാത്തത് കൊണ്ട് തന്നെ ശർക്കര മെൽറ്റ് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 ശർക്കര എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് പൊടിച്ചു കൊടുത്തു. 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഉരുക്കിയെടുത്തു. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത് തണുത്തതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാലിൽ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിൽ കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പല വീഡിയോയിലും പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ പഞ്ചസാരയേക്കാളും ടേസ്റ്റ് ഉണ്ടാവുക നമ്മുടെ ഈ ശർക്കര തന്നെയാണ്. ആവശ്യത്തിന് ഞാൻ ഇതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് മുഴുവനും ആവശ്യമായിട്ട് വന്നിട്ടില്ല. ഇതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം മാത്രമാണ് എൻ്റെ മധുരത്തിന് ആവശ്യമായിട്ട് വന്നത്. ശർക്കര ഒഴിച്ച് മുഴുവനൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇതവിടെ മാറ്റി വെക്കാം. കുറേ വീഡിയോസായി ഞാൻ കാണുന്നു. അപ്പോഴൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്ന് ഉണ്ടാക്കി നോക്കണമെന്ന്. പക്ഷേ ഇത്രയും ടേസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായില്ല. ഇനി നമുക്കിതാ ഇത് കീലാഞ്ചി ചുട്ടെടുക്കാം. വീഡിയോസിലൊക്കെ കാണുന്നത് ഇതുപോലെ ഇതിൽ ചുട്ടെടുക്കുന്ന എണ്ണയാണ്. ദോശ തവയിൽ ചുട്ടെടുക്കുന്നതാണ്. പക്ഷേ ലക്ഷദ്വീപിൽ ചുട്ടെടുക്കൽ ഉരുളിയിൽ വെച്ചാണ്. എൻ്റെ കയ്യിൽ ഉരുളി ഉണ്ടായിട്ട് ഞാൻ അതിൽ ചുട്ടെടുക്കാൻ നോക്കിയപ്പോൾ എനിക്ക് ഒട്ടിപ്പിടിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് വേറെ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്നതല്ലേ, അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇതാ ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിൽ 1 തവി മാവ് ഒഴിച്ചു. അങ്ങനെ തന്നെ ചുറ്റിച്ചു. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിത് റെഡിയാക്കിയെടുക്കാം. ഇത് വെന്ത് റെഡിയായി കഴിഞ്ഞാൽ അരികൊക്കെ ഇങ്ങനെ ഇളകി വരും. അപ്പോൾ നമുക്ക് എടുക്കാം. കൈ പൊള്ളാതെ സൂക്ഷിക്കുക. ചൂടോടുകൂടി തന്നെ നമ്മൾ എടുക്കുന്നതാണ്. ചട്ടുകം വെച്ചിട്ട് നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അല്ല വേറെ പ്ലേറ്റിൽ വെച്ചിട്ട് മടക്കിയെടുക്കുക. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അങ്ങനെ ഇതാ ഓരോന്നായിട്ട് ഞാൻ ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളത് തന്നെയാണിത്. നീർദോശയുടെ ആ ഒരു രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അങ്ങനെ മുഴുവനും ചുട്ടെടുത്തു. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് തന്നെയാണിതെന്ന്. അങ്ങനെ ഇതാ കുറേ നാളത്തെ ആഗ്രഹത്തിന് ശേഷമാണ് ഈ ഒരു റെസിപ്പി ഞാനിവിടെ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതാ കഴിച്ച് നോക്കുകയാണ്. വളരെ ടേസ്റ്റി തന്നെ ആയിട്ടുണ്ട്.
ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ ഫുള്ളായിട്ടുണ്ട്. വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരോടും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.